അങ്ങനെ വീഡിയോ ചെയ്ത് പരിചയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെയൊക്കെ കേരളത്തിൽ കാണുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൗമാരക്കാർ, അതുപോലെ തന്നെ യുവാക്കന്മാർ, യുവതികൾ, ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്ന ഹീനമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. പല രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ അവർ പറയുന്ന തള്ളുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇനി കേരളത്തിന് വലിയ ശുഭകരമായിട്ടുള്ള ഭാവിയാണ്. കേരളം പല രംഗത്തും, അതായത് വിദ്യാഭ്യാസ രംഗത്തും മറ്റും, അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ മേഖലയിലും കേരളം ഇനി ഒരു വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാകുമെന്നൊക്കെയാണ് അവർ തള്ളിവിടുന്നത്. ഒക്കെ വെറുതെയാണ് കേട്ടോ, എല്ലാം വെറുതെ പറയുന്നതാണ്. ഇനി അങ്ങോട്ട് കേരളത്തിന് അത്ര ശുഭകരമായിട്ടുള്ളൊരു ഭാവി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്, ഒരു കണക്കുകളാണ്, കുറച്ച് ഡാറ്റകളാണ് നിങ്ങൾക്ക് വെച്ച് തരാം. നിങ്ങൾക്കറിയാലോ, ഒരു നാട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ യുവതലമുറയും അതുപോലെ തന്നെ കൗമാരക്കാർക്കും നല്ല രീതിയിലൊരു മാനസികാരോഗ്യം വേണ്ടതാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു സമൂഹത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡാറ്റകളായി തന്നെ നോക്കാം. ഓൾറെഡി നിങ്ങൾ ന്യൂസിൽ നിങ്ങൾ കണ്ടു കാണും, ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസിലാണ് നമ്മുടെ ഒരു ചെറുപ്പക്കാർ ഇപ്പോൾ ഇൻവോൾവ് ആവുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഈ ഒരു MDMA അതുപോലെയുള്ള സ്റ്റിറോയിഡ് ഡ്രഗ്സിൻ്റെ ഒക്കെ ഉപയോഗം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതിനകത്തൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം എടുത്ത് നോക്കാം. ഞാൻ ഒരു കുറച്ച് ഡാറ്റാസ് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രത്തോളം പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഞാനൊരു നിമിഷം ഒന്ന് ആലോചിച്ച് പോയി. വേറെ ഒന്നുമല്ല, ഫസ്റ്റത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ യുവാക്കന്മാരുടെ ആത്മഹത്യാ നിരക്കുകൾ വളരെയധികം കൂടിയിട്ടുണ്ട്. നമ്മളൊരു ക്രൈം ബ്യൂറോൻ്റെ ഒരു റെക്കോർഡ് പ്രകാരം ഏകദേശം കേരളത്തിൽ ഈ 2022 ഏകദേശം 11,000-ഓളം ആളുകൾ, യുവാക്കന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 11,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഖ്യ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം യുവജനതകൾ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 11,000-ഓളം പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18,000-ഓളം ആത്മഹത്യാ ശ്രമങ്ങൾ ഈ യുവാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതും ഒരു ഞെട്ടിക്കുന്നൊരു കണക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് നമ്മുടെ ഒരു യുവാക്കന്മാരുടെ ഒരു മാനസികാരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന്. ഇനി റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകളുണ്ട് ഈ 18,000, അതിൽ കൂടുതൽ ഏകദേശം ഇനി ഇതിൻ്റെ ഒരു 3 ഇരട്ടിയോളം റിപ്പോർട്ട് ചെയ്യാത്ത കണക്കുകൾ വേറെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഈ യുവാക്കന്മാരുടെ ഈ ആത്മഹത്യ വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താ പറയുക, സാമൂഹികപരമായിട്ട് ഒരുപാട് കാര്യമുണ്ട്, ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ജോലി, അത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, മാനസിക നില തെറ്റി ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അതിനകത്തൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മയക്കുമരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഒരു 60% യുവാക്കന്മാരും രൂക്ഷമായിട്ടുള്ളൊരു തൊഴിലില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, ഒരു 27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അവന് ജോലി കിട്ടാതെ അവൻ ആത്മഹത്യ ചെയ്ത കേസുകളൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പിന്നെ അതുമാത്രമല്ല, നമ്മുടെ PSC റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ അവർ നടത്തിയ മുട്ടിലൊരു സമരം, അതുപോലെയുള്ള ഒരുപാട് സമരമുറകളൊക്കെ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ വലിയ രീതിയിലൊരു തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്തുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിലൊരു വർക്കിംഗ് കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു വർക്കിംഗ് കൾച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഏറ്റവും മോശം പേ സ്കെയിലും ഈ ഗ്രാജുവേറ്റ്സിന് കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് പല യുവാക്കന്മാരും എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടതാണ്, കഴിഞ്ഞൊരു വർഷം ഒരു CA-കാരി പെൺകുട്ടി ജോലിഭാരം കൊണ്ട് എന്താ പറയുക അറ്റാക്ക് വന്ന് മരിച്ചത്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് കോർപ്പറേറ്റ് ജോലികളിൽ മുഴുകിയിരിക്കുന്ന പല ഗ്രാജുവേറ്റ്സിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ വലിയൊരു എന്താ പറയുക, ഒരു
എല്ലാം കൊണ്ടും തകർന്നൊരു യുവജനത ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു 5-10 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഒരു യുവാക്കന്മാർ വലിയ രീതിയിൽ എന്താ പറയുക, പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഈ ഒരു കുടിയേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനുണ്ടാക്കുന്ന വിഭവശോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല. ഈ ഒരു എന്താ പറയുക, ഈ ഇങ്ങനെ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിക്ക് വിദ്യാഭ്യാസമുള്ളവരാണ്. അതുപോലെ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുള്ളവരൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനുണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ല. ഇനി അടുത്തൊരു വിഭാഗം ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്ന മയക്കുമരുന്ന് യുവാക്കന്മാരുടെ ഇടയിലും യുവതികളുടെ ഇടയിലും മയക്കുമരുന്ന് എന്താ പറയുക, ഒരു സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇതിനൊക്കെ അടിമകളായിട്ടുള്ള പല കുട്ടികളും വിദ്യാർത്ഥികളും ഈ യുവതിവാക്കന്മാരൊക്കെ ഇവർ നടത്തുന്ന ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോരയും മനസ്സൊക്കെ ഒരുപോലെ മരവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയോ ചുറ്റുമുള്ള ഒരു ആളുകളോട് യാതൊരു സ്നേഹമോ കരുണയോ ഒന്നും ഇല്ലാത്ത വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നാളെ നയിക്കേണ്ടവരാണ് ഈ തലമുറകളൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ ഒരു സ്വഭാവ വൈകല്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു നാളത്തെ ഒരു നേതൃത്വ ഗുണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ യൂത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാ യൂത്തിനെ അടച്ചാക്ഷേപിക്കുന്നതല്ല. ഒരുപാട് മിടുക്കരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഒരുപാട് യൂത്തന്മാരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളിലും ഒരു വലിയൊരു ശതമാനം ഇങ്ങനെ കുറച്ചൊരു യുവ ജനത ഇങ്ങനെ വളർന്നു വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മറ്റൊരു രാജ്യത്തിനെ വെച്ചിട്ട് നമുക്ക് ഉദാഹരണം നോക്കാം. വേറെ ഒന്നുമല്ല, ഞാനിവിടെ പറയാൻ പോകുന്നത് മെക്സിക്കോ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ മെക്സിക്കോനെ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കേരളവും മെക്സിക്കോ ആയിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. അതിൻ്റെ മെയിൻ സാമ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലങ്ങളിലും സോറി കേട്ടോ, ഈ രണ്ട് സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ രണ്ട് പ്രദേശങ്ങളിലും നല്ല രീതിക്ക് ഒരു യുവസമ്പത്ത് ഉണ്ടായിരുന്ന ഒരു പ്രദേശങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ബഹുഭൂരിപക്ഷം വരുന്ന യുവജനതയും എന്താ പറയുക, വലിയ രീതിയിലൊരു തൊഴിലില്ലായ്മ ഈ ഒരു നാടുകളിൽ അനുഭവിച്ച് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മയക്കുമരുന്നിന് വളരാനുള്ള വലിയ ഒരു അനുകൂലമായിട്ടുള്ളൊരു ഘടകങ്ങളാണ്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടിയോ അതുപോലെ തന്നെ ഒരു കൗമാരക്കാരനോ ഒരു യുവാവോ മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പഠിക്കാൻ കഴിയുമെന്നോ അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ളൊരു കഴിവ് നഷ്ടപ്പെടാണ് അവിടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം, 1-2 ഉപയോഗം മതി അതിനൊരു അഡിക്ഷനിലോട്ട് പോകാനായിട്ട്. ഇങ്ങനെ അഡിക്ഷനിലായിട്ട് പോയ ഒരാൾക്ക് പഠിക്കാനോ അതുപോലെ തന്നെ ജോലിക്ക് പോകാനുള്ള ഒരു കഴിവ് അവിടെ നഷ്ടപ്പെടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്കറിയാം, സിന്തറ്റിക് ഡ്രഗ്സിന് നല്ലൊരു ചിലവുള്ളൊരു സംഭവം തന്നെയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങിക്കാനായിട്ട്. ഒരു 5 ഗ്രാം MDMA ഏകദേശം ഒരു 5000-6000 രൂപയൊക്കെ അടുത്താണ് എന്നാണ് പറയുന്നത്. അതിൽ കൂടുതലുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഡ്രഗ്സ് വാങ്ങിക്കാനായിട്ടുള്ളൊരു പണം ഇവർക്ക് എന്തായാലും ജോലി ചെയ്യാനോ അതുപോലെ തന്നെ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഇവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരിയർ ആവുക എന്നുള്ളതാണ്, ഈ മയക്കുമരുന്നുകളുടെ കാരിയർ ആവുക എന്നുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എളുപ്പം തന്നെ ഇത് ആ സമൂഹത്തിലും എസ്പെഷ്യലി നമ്മുടെ കുട്ടികളുടെ ഇടയിലും യുവാക്കന്മാരുടെ ഇടയിലും വളരെ വലിയ രീതിയിൽ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. നമുക്കറിയാം, ഇന്ന് ഈ മയക്കുമരുന്ന് മാഫിയകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുട്ടികളെയാണ്. ഈ കുട്ടികൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ എളുപ്പം പോലീസ് ചേസ് ചെയ്യില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ പോലീസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, 18 വയസ്സ് കഴിയാത്തൊരു കുട്ടികളെ ശിക്ഷിക്കാനായിട്ട് എല്ലാ രാജ്യത്തും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് നമുക്കറിയാം, ഇപ്പോൾ ഒരു 10-11 വയസ്സുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് മാഫിയകൾ പിടിമുറുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം, ഡീപ്പായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ എത്രത്തോളം ഇത് പോകുമെന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാനത് വീണ്ടും പറയുന്നില്ല. അത് മാത്രമല്ല, നമുക്കറിയാം, ഈ ഒരു
ഡ്രഗ്സിൻ്റെ ഒരു വാങ്ങിക്കാനായിട്ട് അവർക്ക് ഇപ്പോൾ പണം കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അവർ വീടുകൾ കയറി ഇറങ്ങി കൊള്ളയടിക്കാനും അതുപോലെ എന്താ പറയുക മോഷണത്തിലേക്കൊക്കെ ഇറങ്ങും. ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയൊക്കെ പിക്ക് പോക്കറ്റേഴ്സൊക്കെ ധാരാളമുണ്ട്. പലരും എന്താ പറയുക, നമുക്കൊരു ഈ ഒരു UK ഒരു നിത്യവും പറയുന്ന ഒരു പരാതിയാണ്, പുറത്തേക്കൊക്കെ ഒരു ഐഫോണൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവനും ഈ പിക്ക് പോക്കറ്റേഴ്സ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇതിങ്ങനെ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുന്നത് കൂടുതലും ഇതുപോലെ ഡ്രഗ് അഡിക്ട്സ് ആണ്. കാരണം ഇവർക്ക് വേറെ ജോലി ചെയ്യാനോ അതുപോലെ തന്നെ എന്താ വരുമാന മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇവർ ഈ ഒരു മോഷ്ടിക്കാനായിട്ട് ഇറങ്ങും. അതുവഴിയായിട്ട് ആ സമൂഹത്തിൽ വലിയ രീതിയിലൊരു ക്രിമിനൽ റേറ്റ്സ് ഒക്കെ ഒരുപാട് കൂടാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, ഈ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ സ്മൂത്തായിട്ട് നടക്കാനായിട്ട് ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഒരു ഗ്യാങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കെന്താ ഇപ്പോൾ ഈ ഒരു പോലീസിനെ അതുപോലെ തന്നെ ഈ നിയമ സംവിധാനത്തിനെയൊക്കെ തകർക്കാനായിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഗ്യാങ്ങുകൾ ഉണ്ടാക്കുക. അപ്പോൾ മറ്റ് ഇതുപോലെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പൊക്കോളും. ഇനി അത് മാത്രമല്ല, ഈ ഗ്യാങ്ങുകൾ തമ്മിൽ പരസ്പരമായിട്ട് യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെക്സിക്കൻ ഡ്രഗ് കാർട്ടൽസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവർ മൂലം ആ നാടിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിൽ അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും. ഒരുപാട് ഡോക്യുമെൻ്ററീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗ് സിൻഡിക്കേറ്റ്സിൻ്റെ കൂടെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങളും ഇതിൻ്റെ സൈഡായിട്ട് വരും. വലിയൊരു എന്താ പറയുക, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് വീണ്ടും സൈഡായിട്ട് ഒരുപാട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്യാങ് വാറുകൾ ഈ ഒരു പതിവായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഡ്രഗ് ഡീലേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ. അപ്പോൾ ഈ ഒരു ഗ്യാങ് വാർസിനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഇല്ലീഗൽ വാട്ടർ റൈഡിങ് ചിലപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതും വലിയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിട്ട് സൈഡിൽ വളർന്നുകൊണ്ടിരിക്കും. ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നെ അതുപോലെ ഈ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ പിന്നാലെ മറ്റൊരു എന്താ പറയുക, സെക്സ് റാക്കറ്റ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് ഇരിക്കാം. പിന്നെ നമുക്കറിയാലോ, ഈ സെക്സ് റാക്കറ്റ്സിന് വേണ്ടിയിട്ട് ഇനി സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കടത്താനായിട്ട് അവിടെ ഒരു വലിയ രീതിയിലൊരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക് ഉടലെടുക്കും. ഇപ്പോൾ നിലവിൽ ഇന്ത്യയും ശ്രീലങ്ക അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എന്നീ കൺട്രീസൊക്കെയാണ് ഈ ഒരു എന്താ പറയുക സെക്സ് ട്രാഫിക്കിൻ്റെ തലസ്ഥാനമൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. നമുക്കറിയാം, നിങ്ങളൊരു ഗൂഗിളിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കുക, പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് ഏകദേശം എത്ര ആളുകളെ കാണാണ്ടാവുന്നുണ്ടെന്ന്. 20 ലക്ഷത്തിന് മേലെ ആളുകളാണ് ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് മാത്രം കാണാവുന്നത്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ് കേട്ടോ. ഇവരൊക്കെ കൂടുതലും ഈ ഒരു സെക്സ് ട്രാഫിക്കിന് വേണ്ടിയിട്ട് ഈ പല മാഫിയ ഗ്രൂപ്പ്സൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സമൂഹത്തിന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ലോകരാജ്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഇപ്പോൾ നിലവിലില്ല. ഞാൻ നിങ്ങൾ കാണുന്ന ന്യൂസുകളൊക്കെ കണ്ടിട്ട് എന്നെ പറയുന്നതാണ്. പക്ഷേ പുറത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു കുറച്ചും കൂടി ഭേദമാണ്. ഇതുപോലെ ഇത്രയും വലിയൊരു ഈ മെക്സിക്കോയിലും അതുപോലെ തന്നെ മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ പിന്നെ മറ്റു ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നടക്കുന്ന പോലത്തെ വലിയൊരു പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പോലീസൊക്കെ ഒരുപാട് വിജിലൻ്റ് ആണ്, ഒരുപാട് കേസുകൾ അവർ പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു കോറായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ട് ഇതൊരു നിർത്താനായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടൊരു കാര്യം. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഈ ഒരു വൃത്തികെട്ട ഒരു രാഷ്ട്രീയം കേരളത്തിലെ എന്താ പറയുക, എന്തൊക്കെയോ ഒരു ഹിഡൻ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആരുടെയൊക്കെയോ ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കേരള ഗവൺമെൻറ് അവരുടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ന്യൂസ് നിങ്ങൾ പലരും കേട്ട് കാണും. നമ്മുടെ കോഴിക്കോടാണോന്ന് അറിയില്ല, എക്സാക്റ്റ് പ്ലേസ് അറിയില്ല, പന്നിയങ്കരയിൽ നമ്മുടെ ഒരു കിരൺ എന്ന് പറഞ്ഞൊരു SI സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാസത്തിനിടെ 46 കേസുകൾ, മയക്കുമരുന്ന് കേസുകൾ അദ്ദേഹം പിടിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാലോ, ഒരു SI 46 കേസുകൾ ഒരു മാസത്തിനുള്ളിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുമാത്രം ഡെഡിക്കേറ്റഡായിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കണം ഇത്രത്തോളം കേസുകൾ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്ന് ആലോചിച്ച് നോക്കുക. അതുമാത്രമല്ല, ഇന്ന് വളരെ ചുരുക്കം കേരളത്തിലെ ഒരു പോലീസിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ. വളരെ എന്താ പറയുക,
എണ്ണം കുറഞ്ഞൊരു ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരാൾ തന്നെയായിരുന്നു ഈ കിരൺ സാർ. പക്ഷേ ഇദ്ദേഹം ഈ ഒരു 46 കേസുകൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ എന്താ പറയുക അനുമോദിക്കുന്നതിന് പകരം ഈ രാഷ്ട്രീയക്കാർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുക്കാനായിട്ട് സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ഒറ്റ കാര്യം തന്നെ മതി ഈ ഒരു മയക്കുമരുന്ന് മാഫിയയുടെ ഏജൻറ്റുകൾ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഇനി അടുത്തൊരു കേസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പല രാഷ്ട്രീയക്കാരുടെയും മക്കൾ അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡാണ്. അവരൊക്കെ ഇനി എന്താ പറയുക, അവരുടെ കുടുംബവും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഒരു കാര്യങ്ങളും ബാങ്ക് ബാലൻസൊക്കെ അവരുടെയൊക്കെ എല്ലാം അവർ സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി നമ്മുടെ മക്കളുടെ കേസാണ് ഈ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തലമുറയെ തന്നെയാണ് ഇവർ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം 140 MLA-മാരുണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ. ഇവരുടെയൊക്കെ ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ലക്ഷമാണ്. നമ്മൾ പരസ്പരം പലപ്പോഴും കേൾക്കാറുള്ളതാണ് MLA-മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ലക്ഷം രൂപ. അതുപോലെ തന്നെ മറ്റ് അലവൻസുകൾ വേറെ. ഇനി ഇവരുടെയൊക്കെ ഒരു കീഴിൽ ഒരു 10-12 പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ, ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്കും 2-3 ലക്ഷം രൂപയൊക്കെ ശമ്പളമുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പല പല വിങ്ങുകളുണ്ട്. ആൻറ്റി നാർക്കോട്ടിക്സ്, ജനമൈത്രി, പിന്നെ ക്രൈം ബ്രാഞ്ച്, അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇത്രയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിട്ടും ഇത്രയൊക്കെ ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടും ഇവർക്കൊക്കെ എന്താ പറയുക, നമ്മുടെ പൊതുഖജനാവിൻ്റെ ഒരു 85% പണവും പോകുന്നത് ഇവർക്കൊക്കെ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവരൊരു 10,000 രൂപയുടെ പണി എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ യുവജനതയ്ക്ക് ഇതുപോലൊരു ഇത്രയും വലിയൊരു പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഒരു സെയിം പ്രശ്നം, ഇതിലും വലിയ പ്രശ്നം നമ്മുടെ ഒരു ജമ്മു കാശ്മീർ, അതുപോലെ തന്നെയുള്ളൊരു പഞ്ചാബ് എന്നീയുള്ളൊരു സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏകദേശം എന്താ ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് അവർക്ക് ഏകദേശം ഒരു സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുഴുവൻ നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു 90% കേസുകളൊക്കെ അവർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ജമ്മു കാശ്മീരും അതുപോലെ തന്നെ പഞ്ചാബ്, ഈ ഒരു അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മയക്കുമരുന്നിൻ്റെ കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു 2 സംസ്ഥാനങ്ങളായിരുന്നു ഈ പഞ്ചാബും ജമ്മു കാശ്മീരും ഒക്കെ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനൊക്കെ നേതൃത്വം കൊടുത്തത്, ഈ കമാൻഡോ ഓപ്പറേഷനൊക്കെ നേതൃത്വം കൊടുത്തത് എല്ലാം നമ്മുടെ മലയാളി IPS ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അത്രയും പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൽ ഇവർ സിമ്പിളായിട്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ എന്തുകൊണ്ട് നടത്തിക്കൂടാ? കാരണം നമ്മുടെ ഈ ഒരു രാഷ്ട്രീയക്കാർക്ക് എന്തൊക്കെയോ ഹിഡനായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ മാതാപിതാക്കളുടെ അതുപോലെ തന്നെ നാട്ടുകാരോടാണ്. ഇപ്പോൾ നിങ്ങളുടെ മക്കൾ, ഇപ്പോൾ മാതാപിതാക്കളോടാണെന്നുണ്ടെങ്കിൽ പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരമാവധി അവരെ എന്താ പറയുക രക്ഷിക്കാൻ നോക്കരുത്. അതുപോലെ തന്നെ മറച്ചു പിടിക്കാൻ നോക്കരുത്. ചിലപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കും, എൻ്റെ മോൻ ചിലപ്പോൾ 1-2 തവണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും, അവനിനി ഉപയോഗിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വാക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങളെപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, സിന്തറ്റിക് ഡ്രഗ്സ് 1-2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ വ്യക്തി അതിനകത്തേക്ക് വീഴാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ അവരെ മറച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്നത് അധികാരികളോട് അറിയിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കാരണം ഈ ഒരു ഭൂമിയിലേക്ക് വന്ന ഒരു മകൻ മൂലം മറ്റൊരു കുടുംബത്തിലെ മകൾക്കോ മകനോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ സമൂഹത്തിന് വലിയൊരു വിപത്തായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എന്തുമാത്രം വേദനിപ്പിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവന് തന്നെ ചിലപ്പോൾ ആപത്തായിരിക്കും. ഈ കണ്ട മക്കളൊക്കെ പല വീടുകളിൽ നിന്നൊക്കെ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചു വന്നവരാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കുക. അവർ എന്തെങ്കിലും രീതിയിലൊരു മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുക, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ DLH സെൻ്ററിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് ആളുകൾ ഇങ്ങനെ തിരിച്ചു വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. 4-5 വർഷമൊക്കെ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ തിരിച്ചു വന്നവരുണ്ട്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹമൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന്മാർ തന്നെയാണ്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഫേമസ് സിനിമ സെലിബ്രിറ്റീസൊക്കെ ഈ ഒരു വലിയ മയക്കുമരുന്ന് അഡിക്ഷനിലൂടെയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇനി നാട്ടുകാരോട് പറയാനുള്ളൊരു കേസ്, നമ്മുടെ മക്കളെ രക്ഷിക്കാനായിട്ട് എന്താ പറയുക, ഈ ഒരു ഗവൺമെൻറ്റോ പോലീസുകാർക്കൊക്കെ ഒരുപാട് എന്താ പറയുക, അവർ അത് എത്രത്തോളം ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ ഒരു കേരള പോലീസിനെയോ അതുപോലെ തന്നെ മറ്റു ഭരണത്തിനെയോ കംപ്ലീറ്റായിട്ട് എന്താ പറയുക തള്ളിക്കളയുന്നതല്ല. പക്ഷേ നമ്മൾ അവരെ മാത്രം നോക്കി നിൽക്കരുത്. പല നാടുകളിലും ഇപ്പോൾ എന്താ പറയുക,
പല നാട്ടുകാരും ഒരു പൗരസമിതികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു കുട്ടികളെയൊക്കെ ലഹരി മരുന്ന് മാഫിയകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല കാര്യം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു കുറ്റകരമായിട്ടുള്ളൊരു മൗനം കൂടിയാണ് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം കേരളത്തിൽ വഷളാവാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക, കുറച്ചും കൂടി വിജിലൻ്റായിട്ടിരിക്കുക. നമ്മുടെ ഒരു തലമുറ തന്നെയാണ് നശിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. നാളെ ക്രിമിനൽസും അതുപോലെ തന്നെ ഇതുപോലെ ഡ്രഗ് അഡിക്ട്സും ആണ് നമ്മുടെ ഈ ഒരു നാട്ടിൽ കൂടുതലെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെക്സിക്കോ അതുപോലെയുള്ള രാജ്യത്തിനും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു മെക്സിക്കോയുടെ ഒരു അവസ്ഥ, അതുപോലെ തന്നെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ന് പല പ്രദേശങ്ങളും ഭരിക്കുന്നത് എന്താ പറയുക, ഇതുപോലെയുള്ള ഈ മെക്സിക്കൻ കാർട്ടൽസും ഈ ഒരു ഡ്രഗ് സിൻഡിക്കേറ്റ്സും ആണ്. മിലിറ്ററിക്കും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് സംവിധാനത്തിനും അവിടേക്ക് എത്താൻ ഇതുവരെ കഴിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു എന്താ പറയുക, അത്യാധുനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ മെഷീനുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പല ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ മിലിറ്ററിക്കൊന്നും അവിടേക്ക് എത്താൻ പറ്റുന്നില്ല ഇപ്പോഴും. അപ്പോൾ അതൊക്കെ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോവും. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു കഴിഞ്ഞൊരു മാസത്തിൽ മാത്രം 2 മാസത്തിന് മാത്രം ഏകദേശം 500 സിവിലിയൻസാണ് അവിടെ മരണപ്പെട്ടത്. ഈ ഒരു മെക്സിക്കൻ കാർട്ടൽസ് അതുപോലെ തന്നെ മിലിറ്ററി വാർസിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ. ഇതിലൊക്കെ ഒന്നും അറിയാത്ത ഒരു കൗമാരക്കാർ തന്നെയാണ് കൂടുതലും മരിക്കുന്നത്. നമ്മുടെയൊക്കെ ഈ ഒരു ഡ്രഗ് മാഫിയകളുടെ എന്താ പറയുക, തലപ്പത്തിരിക്കുന്നവരൊക്കെ ഈ ഒരു നമ്മുടെ കുട്ടികളുടെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെയൊക്കെ ആരോഗ്യവും ജീവനൊക്കെ വിട്ടിട്ട് അവർ സുഖിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു നമ്മുടെ നാട് കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയായിട്ട് നിങ്ങൾ മാതാപിതാക്കൾ മാക്സിമം എന്താ പറയുക വരെ മുന്നോട്ട് വരിക. ഒരുപാട് മാതാപിതാക്കൾ അവരുടെ മക്കളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസിനോട് അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ അവർ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ്. വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ നാട്ടുകാർ നിങ്ങളും കുറച്ചും കൂടി വിജിലൻ്റായിട്ടിരിക്കുക. നമ്മുടെ മക്കളെ നശിക്കാനായിട്ട് വിട്ടുകൊടുക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഞാനത് മാക്സിമം അത് ശരിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.